സത്യം പറഞ്ഞ ഈ ഗൂഢാലോചനയും ഈ കൊട്ടേഷനൊക്കെ എനിക്കെതിരെ തന്നെയായിരുന്നില്ലേ. ഈ എന്ത് നടക്കുന്ന സമയത്തും ദിലീപ് എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് വന്നിട്ട് എന്താണ് ദിലീപിന്റെ പേരേക്ക് ഇത്ര വലിയ പ്രശ്നം? ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത്. എന്നെ ആർക്ക് അറിയാം, ഞാനൊന്നും പ്രതികരിക്കില്ല. അതൊന്ന് ഞാൻ എടുത്തു പറയണേ. എന്നെ വിട്ടേക്ക്, ഇനി ഞാൻ പ്രതികരിക്കും. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഞാൻ സംസാരിച്ച ഭയങ്കര കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും മാറി കിടക്കുന്ന ഒരാളാണ്. ഞാൻ അതുകൊണ്ട് ആരെക്കുറിച്ച് ഒന്നും പറയാനോ ആരുടെ ഒരു പേഴ്സണൽ കാര്യത്തിലേക്ക് ഞാൻ ഇടപെടാൻ വരുന്നില്ല. എൻ്റെ പേഴ്സണൽ കാര്യത്തിലേക്കും എന്നെ വിട്ടേക്ക്. നമ്മൾ കുറെ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് പറയാനുള്ളത് പ്രേക്ഷകരോടാണ് കൂടുതൽ. അത് പറയേണ്ട സമയത്ത് ഞാൻ വന്ന് പറയും. അതുകൊണ്ട് ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാം, എന്നെ വിട്ടേക്ക്. മഞ്ജുവിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് മഞ്ജുവും ദിലീപും പിരിഞ്ഞത് എന്നത്. ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ട്. ഇല്ല, അത് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇരുന്നോട്ടെ. അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ആ ഒരു സ്വകാര്യത എന്നുള്ളത്. രണ്ടുപേരുടെയും, എൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാവുകയാണ്. 8-ാം പ്രതി ദിലീപിന്റേതുൾപ്പെടെയുള്ള പ്രതിഭാഗം വാദം പൂർത്തിയായിരിക്കുന്നു. പ്രോസിക്യൂഷൻ വാദം കൂടി പൂർത്തിയായാൽ കേസ് വിധി പറയാൻ മാറ്റും. പൾസ് സുനി റിപ്പോർട്ടിനോട് നടത്തിയ വെളിപ്പെടുത്തൽ പ്രധാന തെളിവാകാൻ സാധ്യതയുണ്ട്. ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. അന്വേഷണ സംഘം നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഋഷിപാൽ വിവരങ്ങളുമായി. ഋഷിപാൽ, വിചാരണ അവസാനിക്കാനിരിക്കുന്നു. അതിനൊപ്പം തന്നെ പൾസർ ഋഷിപാലിന് നൽകിയ അഭിമുഖം, അതിന്റെ ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ കൂടി അന്വേഷണ സംഘം നീങ്ങുകയാണോ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, നടിയാക്രമിച്ച കേസിലെ അന്തിമവാദമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതി ദിലീപ്, 8-ാം പ്രതിയായ ദിലീപിന്റെ വാദം പൂർത്തിയായി. ഇനി പ്രോസിക്യൂഷന്റെ വാദമാണ്. 10 ദിവസം കൊണ്ട് പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയാകും. പിന്നീട് വിധി പറയാനായി മാറ്റിവെക്കും. ഒരു 2 മാസത്തിനപ്പുറത്തേക്ക് ഒരുപക്ഷെ നടിയാക്രമിച്ച കേസിന്റെ വിധി പ്രസ്താവം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനിടയിലാണ് പ്രധാനപ്പെട്ട പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ, റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന ആ വെളിപ്പെടുത്തൽ, അത് തെളിവാക്കാനുള്ള ആലോചന പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നേരത്തെ ജാമ്യവ്യവസ്ഥ പൾസർ സുനി ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ച് എറണാകുളം റൂറൽ പോലീസ് അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ട് അടക്കം പരിശോധിച്ചുകൊണ്ട് കോടതിയിൽ പ്രോസിക്യൂഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട്. ഇതിനൊപ്പം ദൃശ്യങ്ങളും റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്ത പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിന്റെ ദൃശ്യങ്ങളടക്കം വെക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ പ്രധാനമായും ഈ നടിയാക്രമിച്ച കേസിൽ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നും അത് 1.5 കോടി രൂപയുടെ കൊട്ടേഷനാണെന്ന് വെളിപ്പെടുത്തലുണ്ട്. അത് പ്രോസിക്യൂഷൻ ഏറെ സഹായകരമാണെന്ന വിലയിരുത്തലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെളിവാക്കി മാറ്റാനുള്ള 1998 നടൻ ദിലീപും നടി മഞ്ജു വാര്യരും വിവാഹിതരാകുന്നത്. മഞ്ജു വാര്യർ സിനിമയിൽ കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹം. ആരാധകരെ സംബന്ധിച്ച് തീർത്തും അപ്രതീക്ഷിതം കൂടിയായിരുന്നു ഇരുവരുടെയും ഒന്നിക്കൽ. മഞ്ജുവും ദിലീപും തമ്മിൽ പ്രണയമാണെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഈ ഒരു സുപ്രഭാതത്തിലാണ് വിവാഹ വാർത്ത പുറത്തുവരുന്നത്. വിവാഹത്തോടെ മലയാള സിനിമയിൽ നിന്നും മഞ്ജു പൂർണ്ണമായി മാറി നിന്നു. പിന്നീട് മഞ്ജുവിന്റെ വിശേഷങ്ങൾ ആരാധകർ ദിലീപിലൂടെ മാത്രമാണ് അറിഞ്ഞത്. പൊതു ഇടങ്ങളിൽ നിന്നെല്ലാം മഞ്ജു അകന്നു കഴിഞ്ഞു. മഞ്ജുവിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് അഭിമുഖങ്ങളിലൊക്കെ ആവർത്തിച്ച് ദിലീപിനോട് ചോദ്യം ഉയർന്നെങ്കിലും കുടുംബജീവിതത്തിലാണ് മഞ്ജുവിന്റെ സന്തോഷം എന്നായിരുന്നു ദിലീപ് അന്ന് ഉത്തരം നൽകിയിരുന്നത്. ഇതിനിടയിലാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് 2012 ഗുരുവായൂർ മഞ്ജു വാര്യർ നൃത്തം അവതരിപ്പിക്കുന്നത്. വിദ്യാരംഭ ദിനത്തിലായിരുന്നു ഇത്. അഭിനയത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിന്റെ സൂചനയാണോ എന്നായിരുന്നു ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും നൃത്തത്തോടുള്ള താല്പര്യം മാത്രമാണ് പിന്നില് എന്നായിരുന്നു അവരുടെ മറുപടി. സിനിമയിലേക്കൊന്നും വരണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ഒരു പ്ലാനുമില്ല. അങ്ങനെ ഒരു ആഗ്രഹം തോന്നി അതങ്ങ് ചെയ്തു. 14 വർഷത്തിനിടെ ഒരിക്കൽ പോലും ഡാൻസ് ചെയ്തിട്ടില്ല എന്നായിരുന്നു അന്ന് മഞ്ജു നൽകിയ മറുപടി. അതേസമയം നൃത്ത അവതരണത്തിന് ശേഷം ദിലീപും മഞ്ജുവും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നുള്ള വാർത്തകളും ശക്തമായി. ഇരുവരും ഉടൻ വേർപിരിഞ്ഞേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും ചൂടുപിടിച്ചു. ഇതിന് പിന്നാലെയാണ് 2014 ഇരുവരും വിവാഹമോചനത്തിന് ഹർജി ഫയൽ ചെയ്തത്. ഇതിന് പിന്നാലെയാണ് 2014 ഇരുവരും വിവാഹമോചനത്തിന് ഹർജി ഫയൽ ചെയ്തു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഒടുവിൽ 1 വർഷത്തിന് ശേഷം, അതായത് 2015 16 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് ഇരുവരും വിവാഹമോചിതരായി. ഒരുപക്ഷെ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാഹമോചനം കൂടിയായിരുന്നു ഇത്. വിവാഹമോചനം കഴിഞ്ഞ് ഇരുവരും കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗങ്ങളെല്ലാം അന്ന് വൈറലായിരുന്നു. ഇപ്പോഴിതാ ആ ഒരു പഴയ വീഡിയോ വീണ്ടും ചിലർ സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. ദിലീപിന്റെ എല്ലാ നഷ്ടങ്ങളുടെയും തുടക്കം എന്ന വരികളോടെയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രചരിക്കുന്നത്. വീഡിയോയ്ക്ക് താഴെ ദിലീപിനെയും മഞ്ജുവിനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് നിറയുന്നത്. മഞ്ജുവിന്റെ കരച്ചിലിന്റെ വിലയാണ് ദിലീപ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് മഞ്ജു വാര്യരെ പിന്തുണയ്ക്കുന്നവർ കുറിക്കുന്നത്.
അവരുടെ കണ്ണുനീരിന് ഒരു നാൾ ദിലീപ് മറുപടി പറയേണ്ടി വരുമെന്നാണ് ചിലരുടെ കമന്റുകൾ. കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരയുകയായിരുന്നു മഞ്ജു വാര്യർ. അതേസമയം ദിലീപിന്റെ ഭാവത്തെ വിമർശിക്കുന്നവരുമുണ്ട് ചിലർ. പഞ്ചാബി ഹൗസിൽ കൊച്ചിൻ അനീഫയുടെ ഒരു ചിരിയുണ്ടല്ലോ, രക്ഷപ്പെട്ടല്ലോ എന്ന ഭാവത്തിൽ, അതാണ് ദിലീപിനും കാണാൻ സാധിക്കുന്നത് എന്നാണ് ഒരു ആരാധകന്റെ കമന്റ്. ദിലീപിന്റെ പോക്ക് കണ്ടാൽ തോന്നും ഇലക്ഷനിൽ നിന്ന് ഭൂരിപക്ഷത്തോട് ജയിച്ച പോലെ അവന്റെ ഒരു പോക്ക്. അവരനുഭവിക്കുന്ന മാനസിക വേദന പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറമാണ്. ഒരേ സമയം ഒരേ ദിവസം ഒരു മകൾ നഷ്ടപ്പെടുക, ഭർത്താവ് നഷ്ടപ്പെടുക, മരിച്ചാൽ മരിച്ചെന്ന് കരുതി സമാധാനിക്കാം. ഇത് അങ്ങനെയുമല്ല. മറ്റൊരാൾക്ക് വേണ്ടി പാവം പിടിച്ച ഒരു സ്ത്രീയെ ഒറ്റപ്പെടുത്തി മാനസിക വേദന നൽകിയ ദുഷ്ടൻ ദൈവം പോലും പൊറുക്കില്ല. അവരുടെ ശക്തി, അവരുടെ കുടുംബവും സർവശക്തനായ ദൈവവും അവരുടെ കൂടെയുണ്ട്. അവരുടെ ഉയർച്ചയ്ക്കുള്ള കാരണം എന്നാണ് വേറൊരാൾ കമന്റ് ചെയ്തത്. അയാളുടെ മുഖത്ത് അന്ന് എല്ലാം നേടി എന്നൊരു ഭാവമുണ്ട്. ഒന്നും നേടിയിട്ടില്ല എന്ന് പിന്നീട് അയാൾ അറിഞ്ഞു. മഞ്ജു ചേച്ചി ഇപ്പോൾ എല്ലാം നേടി, ഷീസ് എ ജേം എന്നായിരുന്നു മറ്റൊരു കമന്റ്. ദിലീപിന്റെ ഒടുക്കവും മഞ്ജുവിന്റെ തുടക്കവും എന്ന് മറ്റൊരാളും കുറിച്ചു. ഒരുത്തന്റെ അവസാനത്തെ ചിരിയും ഒരുവളുടെ അവസാനത്തെ കരച്ചിലും മഞ്ജു ചേച്ചി എന്നാണ് വേറൊരു കമന്റ്. അതേസമയം മഞ്ജുവിനെ വിമർശിച്ചിട്ടുള്ള കമന്റുകളും ഏറെയുണ്ട്. ഒരു കുന്തവുമില്ല, ഡോക്ടറായ മകൾ ഇപ്പോഴും അച്ഛന്റെ കൂടെ. അപ്പോൾ തന്നെ മനസ്സിലാക്കാം അവരുടെ കുണം കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക എന്ന്. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഇതൊരു പ്രശ്നമല്ല. രണ്ടാൾക്കും രണ്ടാളുടെ സന്തോഷം. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. ഇവര് പിരിയറായിരുന്നു എന്നായിരുന്നു വേറൊരാൾ കുറിച്ചതും. എല്ലാം വ്യക്തിപരവും അവരുടെ രണ്ടുപേരുടെ സ്വകാര്യതയുമാണ്. ദിലീപും മഞ്ജു വാര്യരും മലയാള സിനിമയിൽ മികച്ച നടനും നടിയും ആയതുകൊണ്ടാണ് നാം ഓരോരുത്തരും അവരുടേത് മാത്രമായ വ്യക്തിപരമായ കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്നത്. എനിക്ക് രണ്ടുപേരുടെ അഭിനയം വളരെ ഇഷ്ടമാണ്. അവർ വീണ്ടും ഒരുമിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പലകുറി ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല. എങ്കിലും ഇരു കൂട്ടർക്ക് ദൈവം നല്ലത് മാത്രം സമ്മാനിക്കട്ടെ. വിധിയെ തടുക്കാൻ ആർക്കും സാധ്യമല്ലല്ലോ എന്നായിരുന്നു മറ്റൊരാൾ കമന്റ് ഇട്ടത്. അതേസമയം വിവാഹമോചനത്തിന് ശേഷം ഇരുവരോടും പലരും കാരണങ്ങൾ തേടിയെങ്കിലും ദിലീപോ മഞ്ജു വാര്യരോ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മാത്രവുമല്ല പരസ്പരം വിമർശിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ പ്രതികരിച്ചിട്ടുമില്ല. അതേസമയം ദിലീപുമായി വേർപിരിഞ്ഞതിനു ശേഷം സിനിമാ തിരക്കുകളിലാണ് മഞ്ജു. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ തിരിച്ചു വരവ് കൂടിയായിരുന്നു മഞ്ജുവിന്റേത്. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജുവിന്റെ രണ്ടാം വരവ്. പിന്നീട് പരസ്യ ചിത്രങ്ങളിലും തിളങ്ങി. നിലവിൽ തമിഴിലും താരം സജീവമാണ്. എന്നാൽ 2017 നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായതിനു ശേഷം കാര്യമായ ഹിറ്റുകൾ മലയാളത്തിൽ സമ്മാനിക്കാൻ ദിലീപിന് സാധിച്ചിട്ടില്ല. നടന്റെ സിനിമകൾ പലതും ബോക്സ് ഓഫീസിൽ കനത്ത പരാജയമായിരുന്നു. അതേസമയം നടന്റെ ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് 9 തിയേറ്ററുകളിൽ എത്തും. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദിലീപിന്റെ ചിത്രം എത്തുന്നത്. ദിലീപിന്റെ 150ാമത്തെ ചിത്രം കൂടിയാണിത്. ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ ഈ ഒരു സിനിമയെ ഉറ്റുനോക്കുന്നത്. നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി കുടുംബ ചിത്രമാണ്. ധ്യാൻ ശ്രീനിവാസൻ അടക്കമുള്ളവർ ചിത്രത്തിലെ മറ്റ് താരങ്ങളാണ്. അതിനിടെ ദിലീപ് പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയും ഉടനെ ഉണ്ടായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ദിലീപ് അടക്കമുള്ള പ്രതികളുടെ വിചാരണ പൂർത്തിയായിട്ടുണ്ട്. ഇനി വാദിഭാഗത്തിന്റെ വിചാരണയാണ് നടക്കുന്നത്. ഇതിന് 10 ദിവസം ആവശ്യമായി വന്നേക്കും. വിചാരണ കൃത്യസമയത്ത് പൂർത്തിയായാൽ മെയ് ആദ്യ വാരത്തോടെ കേസിന്റെ വിധി വരുമെന്നാണ് വിലയിരുത്തുന്നത്. കേസിലെ 8ാം പ്രതിയായ ദിലീപ് നടി ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തി കൊട്ടേഷൻ നൽകിയെന്നാണ് ദിലീപിന് എതിരായിട്ടുള്ള കേസ്. പൾസർ സുനിയാണ് കേസിലെ 1ാം പ്രതി. 2017 ഓടുന്ന കാറിൽ വെച്ച് നടി അതിക്രൂരമായ ആക്രമണത്തിന് വിധേയയായത്. കേസിലെ 85 ദിവസം ജയിലിൽ കിടന്ന ദിലീപ് ഇപ്പോൾ ജാമ്യത്തിലുമാണ്.